ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്നാണ്. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന എന്തോ അന്ധകാര ശക്തികളൊക്കെ വെല്ലുവിളിയോടെ കടന്നു വരാം. ക്രിസ്ത്യ ജീവിതം കഷ്ടം നിറഞ്ഞ, വേദന നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണല്ലോ. യഹോശാഫാത്ത് എന്ന ഭക്തന് എതിരെ 3 ശക്തികളാണ് കടന്നു വന്നത്. അപ്പോൾ ഭക്തൻ അവരെ എതിർക്കാൻ പോകാതെ ദൈവത്തിൻ്റെ പാതവയുടെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കും. പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ദാസന് വേണ്ടി, കണ്ണുനീരോടെ കരഞ്ഞ ദൈവജനത്തിനു വേണ്ടി ദൈവം ആലോചനയായിട്ട് അവർക്ക് കൊടുത്ത ഒരാലോചന ഇവിടെ വായിച്ചത്, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങളുടെ സ്ഥിരത വിട്ടുപോകരുത്, അസ്ഥിരരാകരുത്, ദൈവകൃപ വിട്ടുപോകരുത്. ഏതെങ്കിലും വിഷമഘട്ടങ്ങളിൽ ദൈവസന്നദ്ധിയിലിരിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്, അല്ലേ? അപ്പോൾ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. വിഷമഘട്ടങ്ങളില്ലാതില്ല, എല്ലാവർക്കും വിഷമഘട്ടങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിലകളിലാണ് വിഷമഘട്ടങ്ങൾ. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ എനിക്ക് സമയം കുറവാണല്ലോ. എങ്കിലും ദൈവജനത്തോട് പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിട്ടുള്ളത് കൊണ്ട്, നമ്മളെപ്പോഴും പറയാറില്ലേ, ദൈവം വലിയവനാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും യഹോശാഫാത്തിന് പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമ്മുടെ ദേശത്തും നമ്മുടെ ഭവനത്തിലും നമ്മുടെ തലമുറകളിലും പ്രവർത്തിപ്പാൻ ശക്തനാണ്. കർത്താവിൻ്റെ സന്നദ്ധിയിൽ അതിനായി നമ്മളെ സമർപ്പിച്ച് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അസ്ഥിരരാകരുത്, സ്ഥിരതയുള്ളവരായി ദൈവകൃപ വിട്ട് പോകാതെ പ്രാർത്ഥനയോട്, ഉപവാസത്തോടെ ദൈവസന്നദ്ധിയിൽ നമുക്കായിരിക്കാം. വലിയവനായ ദൈവം നമ്മളെ സഹായിപ്പാൻ കൂടെയുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയാലും പ്രാർത്ഥനയോട് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.